വെൽക്കം ടു വൈദ്യസ്പർശ ഹെൽത്ത് ബോക്സ്. ഞാൻ ഡോക്ടർ രശ്മി. ഹൈഡ്രോഅഡിനൈറ്റിസ് സപ്പറേറ്റൈവ എന്ന കണ്ടീഷനെ കുറിച്ചുള്ള അവയർനെസ് വീഡിയോസിലേക്ക് സ്വാഗതം. എച്ച്എസിന്റെ ഏത് സ്റ്റേജിലാണ് നിങ്ങൾ? എച്ച്എസിന്റെ സ്റ്റേജ് മനസ്സിലാക്കേണ്ട പ്രാധാന്യം എന്താണ്? എച്ച്എസിന് ഓരോ സ്റ്റേജിലും വേറെ വേറെ ട്രീറ്റ്മെന്റ്സ് ആണ്. അതിനാൽ ഏത് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. സ്റ്റേജ് വണ്ണില് നമുക്ക് ഈ വേദനയുള്ള ചെറിയ കുരുക്കളായിട്ട് ആണ് ഉണ്ടാവുന്നത്. കുരുക്കൾ ഉണ്ടാവുന്നു, പൊട്ടിപ്പോകുന്നു, പിന്നെ വരുന്നില്ല. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും പിന്നെ വേറെ എവിടെയെങ്കിലും കുരുക്കൾ വരിക. ഇങ്ങനെ ഒരു കണ്ടീഷനിൽ നമുക്ക് പലതരത്തിലുള്ള ട്രീറ്റ്മെന്റ്സ്, അതായത് ഡയറ്റും ലൈഫ് സ്റ്റൈൽ കറക്ഷൻസും ചെയ്യണം, കുറച്ച് മെഡിസിൻസും ഒക്കെ കഴിക്കേണ്ടി വരും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സ് ആണ് ചെയ്യുന്നത്. ഇനി സ്റ്റേജ് 2 എന്ന് പറയുമ്പോൾ ഈ കുരുക്കൾ വന്ന് പൊട്ടിക്കൊണ്ടിരിക്കും, പല സ്ഥലത്തുമായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചില കുരുക്കൾ വന്ന് പൊട്ടി മാറി പിന്നെ വേറൊരു സ്ഥലത്ത് വന്ന്, അങ്ങനെ എപ്പോഴും എവിടെയെങ്കിലും ഒക്കെ കുരുക്കൾ വന്നുകൊണ്ടിരിക്കും. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് ഡയറ്റും ലൈഫ് സ്റ്റൈൽ കറക്ഷൻസിനും ഒപ്പം മെഡിസിൻസും ചിലപ്പോൾ ഡീടോക്സിഫൈങ് ട്രീറ്റ്മെന്റ്സും ചെയ്യേണ്ടി വരും. പിന്നെയുള്ളത് സ്റ്റേജ് 3 ആണ്. സ്റ്റേജ് 3 എന്ന് പറയുമ്പോൾ നമ്മുടെ ചർമ്മത്തിന്റെ അടിയിലായിട്ട് ധാരാളം ടണൽസും ട്രാക്സും ഒക്കെ ആയിട്ട് വരും. പസ് ഡിസ്ചാർജ് വന്നുകൊണ്ടേയിരിക്കും, അസഹ്യമായ വേദനയും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമുക്ക് ഡയറ്റ്, ലൈഫ് സ്റ്റൈൽ കറക്ഷൻ, ഇതിന് കൂടെ ആന്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മെഡിസിൻസ്, ഡീടോക്സിഫൈങ് ട്രീറ്റ്മെന്റ്സ്, അത് കൂടാതെ ചില പ്രൊസീജിയേഴ്സും ചെയ്യേണ്ടി വരും, ക്ഷാരസൂത്രം പോലുള്ള പ്രൊസീജിയേഴ്സ്. അപ്പോൾ ഏത് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കാതെ ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് കാര്യമില്ല. എപ്പോഴും അത് ഒരു ഡോക്ടറെ കണ്ട് ഏത് സ്റ്റേജ് ആണെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുന്നതാണ് നല്ലത്. കൂടുതൽ അറിയാനായി കോൺടാക്ട് us.